ഈ മെസ്സേജ് 12 പേർക്ക് അയച്ചു കൊടുക്കുക. നിന്റെ വീട്ടിൽ ഒരു അനുഗ്രഹം എത്തും. നീ ഇത് അവഗണിച്ചാലോ നിന്റെ വീട്ടിൽ ഒരു ശാപം ഉണ്ടാകും. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക. ബ്രിട്ടീഷ് പശുവിനെയും ഇന്ത്യൻ പശുവിനെയും ക്രോസ് ബ്രീഡ് നടത്തിയിട്ട് ആദ്യത്തെ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നു. അതാ അവസ്ഥ. ദൈവഭക്തി എന്ന് പറയുന്നത് അലറലാണ്. ഭയങ്കര ടെറിബിൾ സൗണ്ടിൽ ഒച്ച വെച്ചാലാണ്. അകത്ത വെളിച്ചമാണ് ദൈവം എന്ന ചിന്തയിൽ നിന്ന് മാറി ദൈവം എന്ന വാക്ക് തന്നെ ഉണ്ടായത് ദിവം പ്രകാശമാണ്. അകത്ത് പ്രകാശം തരുന്നവനാ, പുറത്ത് പ്രകാശം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, ഇലക്ട്രിസിറ്റി മന്ത്രി. അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. സംസ്കാരം എന്ന് പറയുന്നത് ആവശ്യമുള്ളതിനെ കൂട്ടിച്ചേർക്കല. പഴയതിലെ നന്മയെയും ദാർശനികതയുടെ നന്മയുടെ അദ്വൈത ദർശനമുണ്ട്, ഇദം ന മമ എന്ന ദർശനമുണ്ട്, തത്വമസിയുണ്ട്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത് എന്ന ഭഗവത്ഗീത ശ്ലോകമുണ്ട്. മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. കൃത്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ രണ്ടാമത്തെ പാദം നോക്കാതെ പൂർവ്വപാദം മാത്രം നോക്കിയിട്ട് യജ്ഞശിഷ്ടം ഹോമം കഴിച്ചതിന്റെ ബാക്കി തിന്ന എല്ലാ പാപവും ഇല്ലാതാക്കുന്നു. ആദ്യത്തെ വരി കേട്ടിട്ടാണ് ഇപ്പോൾ ഈ ഹോമത്തിന്റെ അംശം വാങ്ങാൻ ആളോടുന്നത്. പാപം പോവാൻ ഇത് കഴിച്ചാൽ മതി എന്ന്. യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ യാഗം നടത്തിയതിന്റെ ബാക്കി എന്ന് പറയുന്നത് യാഗം തേ യാഗം തേ യജ്, അതാ ത്യാഗം. മനസ്സിലായോ? നിന്നാൽ യജിക്കുക. യജിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക. കൊടുത്തതിന്റെ ബാക്കി ഉണ്ണുക എന്നതാണ്. തേന തെക്തേന ഭുഞ്ചീത ഈശാവാസ്യ ഉപനിഷത്ത്. ഇതൊക്കെ ഉണ്ട്, നല്ല മൂല്യങ്ങളുണ്ട്. അതൊന്നും ആർക്കും വേണ്ട. അപ്പം നല്ലതെടുത്ത് ഇപ്പോഴത്തെ നല്ലതിനെയും കൂട്ടിച്ചേർത്തുന്ന വികാസം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രക്രിയ തടസ്സപ്പെടുത്തുന്നു മതം. പണ്ടത്തെ തോന്നിയാസോ ഇന്നത്തെ തോന്നിയാസോ ഐക്യമുന്നണിയാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് അമ്പലത്തിൽ അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന ഡാൻസും രണ്ടും ചേർക്കലാണ് ഇപ്പോഴത്തെ വിശ്വാസം. രണ്ടും ചേർക്കലാണ്. ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെയാണ് ഈ മെസ്സേജ് 12 പേർക്ക് അയച്ചു കൊടുക്കുക. നിന്റെ വീട്ടിൽ ഒരു അനുഗ്രഹം എത്തും. നീ ഇത് അവഗണിച്ചാലോ നിന്റെ വീട്ടിൽ ഒരു ശാപം ഉണ്ടാകും. അപ്പോൾ ഇത് 12 പേർക്ക് അയച്ചു വെച്ച് ആരൊക്കെയാണ് ഇത് അയച്ചു കൊടുത്തതെന്ന് കംപ്ലീറ്റ് ആളെ വാട്സപ്പ് നോക്കിയിട്ട് ദൈവം ഇവന്റെ വീട്ടിൽ അനുഗ്രഹം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടപ്പാടാണ് നിങ്ങൾ ആലോചിക്കുക. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക. ബ്രിട്ടീഷ് പശുവിനെയും ഇന്ത്യൻ പശുവിനെയും ക്രോസ് ബ്രീഡ് നടത്തിയിട്ട് ആദ്യത്തെ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായിരുന്നു. അതാ അവസ്ഥ. ബ്രിട്ടീഷ് പശുവിന് നല്ല പാലുണ്ട്, പക്ഷേ പ്രതിരോധ ശേഷി കുറവാണ്. ഇന്ത്യൻ പശുവിന് നല്ല പ്രതിരോധ ശേഷിയുണ്ട്, പക്ഷെ പാല് കുറവാണ്. ഇത് രണ്ട് ക്രോസ് ബ്രീഡ് നടത്തിയാൽ ഇന്ത്യൻ പശുവിന്റെ പ്രതിരോധ ശേഷിയും ബ്രിട്ടീഷ് പശുവിന്റെ പാലും കിട്ടും എന്ന് ചോദിച്ചിട്ട് ആദ്യം ഉണ്ടാക്കിയ പശു ഉണ്ടാക്കി നോക്കുമ്പോൾ ഇന്ത്യൻ പശുവിന്റെ പാലും ബ്രിട്ടീഷ് പശുവിന്റെ പ്രതിരോധ ശേഷിയായിപ്പോയി. അതുപോലെയാണ് പഴയതിന്റെ നന്മയും പുതിയതിന്റെ നന്മയും ചേർക്കേണ്ടതിന് പകരം പഴയതിന്റെ തിന്മകളും പുതിയതിന്റെ തിന്മകളും കൈകോർക്കുക. പഴയതിന്റെ നന്മയും പുതിയതിന്റെ നന്മയും കണ്ടാമുണ്ടെന്നില്ല. ഈ വിടവിലൂടെയാണ് വിദ്വേഷാധിഷ്ഠിതമായ മതവിശ്വാസത്തെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് രാമരാമ എന്ന് ജപിച്ചിരുന്നത് ശാന്തമായിട്ടായിരുന്നു. ഇപ്പോ ജയ് ശ്രീറാം കാട്ടാളത്തത്തിലേക്ക് മാറി. ഷഡ്ജത്തിൽ നിന്ന് നിഷാദത്തിലേക്കാണ് ഇപ്പോൾ പ്രാർത്ഥനകൾ മാറിയത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മനുഷ്യനായത് നിഷാദത്തിൽ നിന്ന് ഷഡ്ജത്തിലേക്ക് അവന്റെ ശബ്ദം മാറിയപ്പോഴാണ്. അട്ടഹസിക്കുന്ന കാട്ടാളനിൽ നിന്ന്, നിഷാദൻ കാട്ടാളനല്ലേ, നിഷാദത്തിൽ നിന്ന് അടുത്തിരുന്നപ്പോൾ മെല്ലെ പറയുന്ന മനുഷ്യനിലേക്ക് വന്നപ്പോഴാണ് ഗംഗേ മഹാമംഗളേ എന്ന് പറയുന്നതിന് പകരം ഒറ്റ കമ്പീനാദം മാത്രം അങ്ങനെ വന്നപ്പോഴാണ് മനുഷ്യനുണ്ടായത്. എന്നാൽ ഇപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് അലറലാണ്. ഭയങ്കര ടെറിബിൾ സൗണ്ടിൽ ഒച്ച വെച്ചാലാണ്. ഈ തെക്കൻ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം ഞാൻ അത്ഭുതപ്പെടുക. നമ്മൾ വടക്കോട്ടാണെങ്കിൽ ഭയങ്കര കുഴപ്പമായിരിക്കും. എല്ലാ വീട്ടിൻ്റെ കണ്ടിക്കും കാളമൈക്ക് വെക്കണം ഉത്സവത്തിന്. എല്ലാം ഒരു നാട് മൊത്തം കാളമൈക്ക്. എന്തൊരു ശല്യമാണെന്ന് ഞാനിങ്ങനെ ആയിരിക്കുന്നു. ഇത് കേട്ട് ദൈവത്തോട് വെറുപ്പ് ഒന്നുമില്ലെന്ന്. പരീക്ഷക്കാലത്ത് പോലും എല്ലായിടത്തും മൈക്ക് വെക്കുക. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ പരീക്ഷക്കാലത്ത് അധികം ഒച്ചയിൽ കാളം മൈക്ക് വെച്ചാൽ പിറ്റേന്ന് പോലീസ് പിടിക്കും. ഇവിടെ ആണെങ്കിൽ പരാതി പറയാം, എൻ്റെ വീടിൻ്റെ മുന്നിൽ മൈക്ക് വെച്ചിട്ടില്ല. അപ്പം അമ്പല കമ്മിറ്റിക്കാരോട് പോയി പരാതി പറഞ്ഞിട്ട് കൊണ്ട് വെപ്പിക്കുകയാണ്. എന്തൊരാനന്ദമാണ് ഇത് കിട്ടുന്നത് എനിക്കറിയില്ല. പണ്ട് പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായി റേഡിയോയിൽ മാത്രമേ പാട്ട് കിട്ടുന്നു. കേസറ്റൊന്നും ഇല്ലാത്ത കാലത്ത് പാട്ടൊരു അത്ഭുത വസ്തുവായിരുന്നു. ഇപ്പോൾ പാട്ടില്ലാത്തൊരു കാലമില്ല. പക്ഷെ പാട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ച് കലക്കിയിട്ട് പാട്ടുപാടുന്ന ഉത്തരേന്ത്യയിലുള്ള ഒരു പ്രശസ്ത ഗായികയുടെ 2 കൈച്ചെവിയും പൊട്ടിപ്പോയി. പാട്ട് ടെറിബിൾ ശബ്ദം വെച്ചിട്ട്. അതാണ് അട്ടഹാസം ആയി മാറുന്നു.
പാട്ട്, പ്രാർത്ഥന അട്ടഹാസമായി മാറുന്നു. അത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും അട്ടഹാസമാണ്. അട്ടഹാസമാണ് ഈ ഇത് കണ്ടില്ലേ, സുവിശേഷ പ്രസംഗങ്ങൾ അല്ലേ, ഭയങ്കര അട്ടഹാസമാണ്, അട്ടഹാസമായി മാറുന്നു. ശബ്ദം കുറച്ച് പറയുന്നില്ല, സ്നേഹവും തലോടലും ആയിട്ട് ഭയങ്കര തുള്ളലായി മാറുന്നു എന്നൊരവസ്ഥയാണ്. അകത്ത വെളിച്ചമാണ് ദൈവം എന്ന ചിന്തയിൽ നിന്ന് മാറി ദൈവം എന്ന വാക്ക് തന്നെ ഉണ്ടായത് ദിവം പ്രകാശമാണ്. അകത്ത് പ്രകാശം തരുന്നവനാ, പുറത്ത് പ്രകാശം തരുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, ഇലക്ട്രിസിറ്റി മന്ത്രി. അകത്ത് പ്രകാശം തരുന്നവൻ ദൈവം, അതാണ്. ഈ അകത്ത വെളിച്ചം ആർക്കും വേണ്ട. ഈ മതങ്ങൾ ചെയ്യേണ്ടത് അകത്ത വെളിച്ചം വളർത്താൻ ഒന്നും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. എല്ലാ പ്രസംഗങ്ങളും ഏത് അമ്പലത്തിൽ പോയാലും ഏത് പള്ളിയിൽ പോയാലും അപ്പുറത്തെ മതത്തിൻ്റെ ദോഷങ്ങൾ പറയുക, അവനെ വെറുക്കാൻ പറയുക. പരുക്കനാണീ ലോകം പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ എന്ന സുഗതകുമാരി ടീച്ചറുടെ വരികൾ ചൊല്ലുന്ന ഒരു പുരോഹിതനെയും നമുക്ക് കാണാനില്ല. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കുന്നില്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം പുഷ്പമാണ്, പുഷ്പാർച്ചനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന. പക്ഷെ പുഷ്പങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല, പുഷ്പങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു മുസ്ലിം കുടുംബമാണ്. താമരപ്പൂമൊട്ട് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള താമരപ്പാടങ്ങളിൽ നിന്ന് പോയിട്ട് വട്ടത്തോണിയിൽ പോയിട്ട് താമരപ്പൂവിൻ്റെ മൊട്ട് പറിച്ചെടുത്തിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയും അവരുടെ ഭർത്താവുമാണ്. അവിടെ ആ പൂക്കളുടെ സൗന്ദര്യം എത്തിക്കുന്നതിൽ മതാതീതമായിരിക്കുന്ന ഒരു മാനവികതയുണ്ട്, മതാതീതമായിരിക്കുന്ന ഒരു മാനവികത. ആ മാനവിക ബോധം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ചിന്ത വേണ്ടേ? അൽ എന്ന ശബ്ദത്തിന് സ്ത്രീ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. നമുക്ക് അൽ എന്നറിയാത്തതുകൊണ്ട് നമ്മൾ സ്ത്രീ എന്ന് പറഞ്ഞു. അറബികൾക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ട് അവർ സ്ത്രീ എന്നറിയാത്തതുകൊണ്ട് അൽ എന്ന് പറഞ്ഞു. ദൈവം എന്നതിന്, കൃഷ്ണൻ എന്നതിന്, രാമൻ എന്നതിന് ഇലാഹ് എന്ന് പറഞ്ഞു. നമ്മൾ ഇലാഹ് എന്നതിന് രാമനെന്നും കൃഷ്ണനെന്നും പറഞ്ഞു. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് അറിയുമ്പോൾ ഈ ഡിക്ഷണറി വന്നിട്ട് ഇതിൻ്റെ അർത്ഥം വരെ പഠിക്കുന്നില്ല. പറയണ്ടേ? ലോകത്ത് പല ഭാഷകളുള്ളത് കൊണ്ടാണ് പല ദൈവങ്ങൾ ഉണ്ടായത്. പക്ഷെ എല്ലാ ഭാഷയിലും എണ്ണൽ സംഖ്യ 10ൻ്റെ ഗുണിത അല്ലേ? എല്ലാ ഭാഷയും എണ്ണൽ സംഖ്യ 10ൻ്റെ ഗുണിതമാണ്. അതെന്താ? അത് ഭാഷ പലത്, ദൈവം പലത്, ഉച്ചാരണം പലത്, പക്ഷെ എണ്ണമെല്ലാം മലയാളത്തിൽ 1, 10, 100, 1000, ഇംഗ്ലീഷിൽ 1, 10, 100,000, ഹിന്ദിയിൽ 1, 10, 100,000, അറബിയിലായാലും ആസ്ട്രേലിയയിലായാലും ആഫ്രിക്കയിലായാലും അമേരിക്കയിലായാലും എല്ലാം 10 ഉള്ളൂ. എന്തേ? 11ൻ്റെയോ 9ൻ്റെയോ കണക്ക് ഗുണിതങ്ങളുള്ള ഒരൊറ്റ ഭാഷയില്ല. സിമ്പിളാണ് ഉത്തരം. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം എണ്ണം പഠിച്ചത് സ്വന്തം വിരലിൽ എണ്ണീട്ടാ. എല്ലാവർക്കും, ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാം 10 വിരലാ. അതായി 10ൻ്റെ പെരുക്കങ്ങളായത്. എല്ലാത്തിനും 2 കണ്ണാ, എല്ലാത്തിനും 2 ചെവിയാ. പലയിടങ്ങളിൽ നിന്ന് ദൈവം സൃഷ്ടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വരൂലേ? മൂക്കിന് ഒരു 3 ഓട്ട വെച്ച ഏതെങ്കിലും ദൈവമുണ്ടോ? എല്ലാത്തിനും 2 ദ്വാരമാണ്. എങ്ങനെ യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചതിൻ്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് അയാൾ ഡൗൺലോഡ് ചെയ്തിട്ടാണോ ഹിന്ദുക്കളെ ഉണ്ടാക്കിയത്? എന്നിട്ട് അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത കണ്ടിട്ട് കർത്താവ് എടുത്തിട്ട് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. എന്നിട്ട് മെസ്സഞ്ചറിൽ അന്ന് കർത്താവും അള്ളാഹുവും അടുപ്പത്തിലായിരുന്നു. ഇപ്പം തെറ്റിയത്. കർത്താവും അള്ളാഹു ഭയങ്കര അടുപ്പക്കാരായിരുന്നു പണ്ട്. കാരണം അബ്രഹാമും ഇബ്രാഹിമും ഒരാളാ. ഇസ്മായിൽ എന്ന് പറയില്ലേ, അബ്രഹാം പുത്രനാ. ഇസ്ഹാക്കും ഒന്ന് തന്നെയാ. 2 തുടർച്ചയാ. ഈസാ നബിയും മൂസാ നബിയും മുഹമ്മദ് നബിയും തുടർച്ചയാ. ഇപ്പം അടുത്ത് ഭയങ്കര ശത്രുക്കളായി. അപ്പം ഇവർ മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തിട്ടാണോ, അത് കൊണ്ടുവന്നിട്ടാണോ അള്ളാഹു മുസ്ലിങ്ങളെ സൃഷ്ടിച്ചത്? അല്ല. ഈ ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് ഒറ്റൊരാളാണെന്നൊരു മിനിമം ബോധം ഈ പുരോഹിതന്മാർ പറഞ്ഞെങ്കിൽ തന്നെ ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ തടയാമായിരുന്നു. ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ തടയാമായിരുന്നു. ഓരോ നാട്ടിന് പേര് വന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ചരിത്രത്തെ തിരുത്തി എഴുതാനായി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം 500 കൊല്ലം ഇന്ത്യയിൽ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ട് ഇന്ത്യയിൽ ഹിന്ദുമതം ഇല്ലാതായി പോയില്ലല്ലോ. ഇപ്പോഴും ഹിന്ദുമതം ഇല്ലേ? ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളാണ്. അവരേറെക്കാലം ഭരിച്ചിട്ടും ഇന്ത്യയിൽ ഹിന്ദുമതവും മുസ്ലിം മതവും ഇല്ലാതായി പോയിട്ടില്ലല്ലോ. ഇല്ല. മതം മതത്തിൻ്റെ വഴിക്ക്, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരി വിദ്വേഷാധിഷ്ഠിതമായി മതത്തെ രാഷ്ട്രീയത്തിനും
മേധാവിത്വത്തിനും ധനസമ്പാദനത്തിനും ഉപയോഗിക്കുമ്പോഴാണ് അത് വർഗീയതയായി മാറുന്നത്. വർഗീയത, വർഗബോധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതത്വം മാത്രമൊന്നുമല്ല. നിങ്ങളിപ്പം മണിപ്പൂരിലുള്ളത് വർഗത്തിൻ്റെ പേരിൽ സംഘടന തുടങ്ങിയാൽ അത് ഇപ്പോൾ പ്ലസ് ടുക്കാരും പ്ലസ് വണ്ണുകാരും തമ്മിൽ വർഗീയത. പ്ലസ് വണ്ണുകാരും പ്ലസ് ടുക്കാരും അടിയാണ് മിക്ക സ്കൂളും. അതൊരു ബോധം, അങ്ങനെ ഒരു ടീം വർക്ക്, വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു ടീം വർക്ക് വന്നാൽ പിന്നെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര പരിശ്രമം നടത്തിയിട്ടും അധ്യാപകർ നോക്കിയിട്ടും ഈ ഇക്കൊല്ലം 100 സ്കൂളിൽ പ്ലസ് വണ്ണുകാരും പ്ലസ് ടുക്കാരും തമ്മിൽ അടിച്ചത്. അതൊരു ആൾക്കൂട്ടം, ഒരു പശുവിൻ്റെ മനഃശാസ്ത്ര. മൃഗങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഒന്നിനെ തോറ്റുപോയാൽ എല്ലാം കൂടി അതിനെ ആക്രമിക്കും. ഈ മനഃശാസ്ത്രം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ മൃഗീയമായ ആൾക്കൂട്ട മനഃശാസ്ത്രമാണ് മതത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ അടിത്തറ. അതുണ്ടാക്കുന്നതാണ് വർഗീയത. ഇപ്പം ഇതിനെന്താ നമുക്ക് പരിഹാരം? നമുക്ക് മതങ്ങളെ മുഴുവൻ എതിർക്കാൻ തുടങ്ങിയാൽ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം മഹാഭൂരിപക്ഷ ആളും മതവിശ്വാസികളാണ്. നമുക്ക് മതത്തിൻ്റെ പക്ഷത്ത് ചേരണം, മതത്തിൻ്റെ ദാർശനിക പക്ഷത്ത് ചേരണം. യുക്തിവാദികളാവട്ടെ, നിരീശ്വരവാദികളാവട്ടെ, രാഷ്ട്രീയക്കാരാവട്ടെ, രാജ്യസ്നേഹികളാവട്ടെ, എല്ലാവരും മതങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളിൽ കക്ഷികളാവാതെ മതത്തിൻ്റെ ആന്തരിക സംഘട്ടനത്തിൽ കക്ഷിയാവണം. എങ്ങനെ?